ഹലോ, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ചെയ്യാനൊരു റീസൺ ഉണ്ട് കേട്ടോ. കാരണം ഞാനിങ്ങനെ യൂട്യൂബിൽ നിന്ന് ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് ഹോപ്പ് വെച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷേ ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഡിമോട്ടിവേറ്റ് ആയി പോകും. പിന്നെ എനിക്ക് ഓരോ കാര്യങ്ങളിൽ തിരക്കായി പോകും. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ, ഒരു 1.5 ആഴ്ച മുന്നേ എനിക്കൊരു മെയിൽ വന്നിരുന്നു കേട്ടോ. ഒരു കുട്ടിയുടെ പേരെനിക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ. ഈ വീഡിയോ ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെസ്സേജ് ഇടും. ഓക്കെ, ഒരു മെയിൽ വന്നായിരുന്നു. ചേച്ചി ലിങ്ക്ഡിൻ്റെ റെസ്യൂം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടായിരുന്നു. അത് നഴ്സിംഗ് സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചിട്ടൊരു മെയിൽ എനിക്കൊരു കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റുഡൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മെയിൽ. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടോ. കാരണം എൻ്റെ വീഡിയോസും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മെയിൽ വരുന്നത് ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചിട്ടൊക്കെ. അപ്പോൾ എനിക്കത് ഒരുപാട് മോട്ടിവേഷനും തന്നു. പിന്നെ ഒരുപാട് ഹാപ്പിനെസ് തോന്നി ആ മെയിൽ കണ്ടപ്പോൾ. ഓക്കെ, എൻ്റെ വീഡിയോസും ആരെങ്കിലും വാല്യൂ ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തോന്നി. പിന്നെ ആ കുട്ടി എന്നോട് ചോദിച്ചായിരുന്നു, ഞാൻ അന്നത്തെ വീഡിയോയിൽ വരും എങ്ങനെയാണ് ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ക്യാൻവയിൽ എങ്ങനെയാണ് ഞാനത് ക്രിയേറ്റ് ചെയ്തെന്നുള്ള കാര്യം അന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുട്ടീനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ചെയ്യാമെന്ന് കൂടി പറഞ്ഞു തരുമെന്നുള്ളത്. അതെനിക്ക് മെയിലിൽ റിപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട് എഴുതേണ്ടിയൊക്കെ വരുമല്ലോ. പിന്നെ ക്ലിയർ ആവോ ഇല്ലേ അതും നമുക്ക് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു 1.5 ആഴ്ച സമയം തരും, ഞാൻ അതിന് വീഡിയോ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ടിപ്സ് ആ കുട്ടിക്ക് മെയിലിൽ അയച്ചായിരുന്നു എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. ആ കുട്ടിക്ക് എന്തെങ്കിലും ഹെൽപ്പായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഞാൻ അധികം ലോങ് ആക്കണില്ല, ഞാൻ ഒരുപാട് ഇപ്പം തന്നെ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെയാണ് ക്യാൻവയിൽ ചെയ്യാൻ നോക്കുക. ആദ്യം തന്നെ ക്യാൻവ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് സൈഡിൽ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ റെസ്യൂംന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റെസ്യൂമിൻ്റെ ഫോർമാറ്റ്സ് കിട്ടും. ഓക്കെ, ഒരുപാട് നോർമൽ കുറേ ഡിസൈൻ ആയിട്ടുള്ളതും ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫോർമാറ്റ്സ് നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. കാരണം ATS ഫ്രണ്ട്ലി റെസ്യൂം ആവില്ല അത് ഒരുപാട് കളേഴ്സൊക്കെ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ. അത് കാരണം അവിടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ATS റെസ്യൂം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി റെസ്യൂംസിൻ്റെ ടെംപ്ലേറ്റ്സ് ഒരുപാട് കിട്ടും. ഇപ്പോൾ ഈ കാണുന്ന മാതിരി ഒരുപാട് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇതിലത്തെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പെയ്ഡ് വേർഷൻസ് ആവും, പക്ഷേ ഫ്രീ വേർഷൻസും ഉണ്ട്. അത് ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് അതിന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഒരുപാട് നല്ല നല്ല ടെംപ്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് വൺ തന്നെ നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ATS ഫ്രണ്ട്ലി. ഞാൻ ലാസ്റ്റ് ടൈമും ഇങ്ങനത്തെ ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമാണ് എടുത്തിട്ട് കാണിച്ചു തന്നിരുന്നത്. ഇത് ഫുൾ എഡിറ്റബിൾ ആണ് കേട്ടോ. നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാതും എഡിറ്റ് ചെയ്തിട്ട് ഒരു PDF കൺവേർട്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്യാൻവ യൂസ് ചെയ്തിട്ട് ATS ഫ്രണ്ട്ലി റെസ്യൂംസ് ഈസിലി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഔട്ട്രോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.